നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പലർക്കും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും തിരിച്ചിട്ടും അത്ര നല്ല കാര്യമൊന്നുമില്ല. അതായത് നമ്മളെല്ലാവരും പറയുന്നൊരു പരാതിയാണ്. അവനിക്ക് എങ്ങനെയെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവനോട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. ഇത് വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് പോസിറ്റീവ് മാത്രം പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ഒരാൾക്ക് എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അതിനുള്ള പ്രതിഫലത്തെ പടച്ചവനിൽ നിന്ന് മാത്രം ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആനിൽ തന്നെ നമുക്കൊരു സംഭവം കാണാൻ കഴിയും. ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ തനിച്ചായി പോയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വന്നതായിട്ട് ബന്ധപ്പെട്ട് മുനാഫിഖുകളിൽ ചിലർ ചില ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പെട്ട ഒരാളായ മിസ്തഹബിൻ അസാസ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടുകൊണ്ട് അവിടുന്ന് സത്യം ചെയ്ത് പറഞ്ഞു, മിസ്തഹിന് ഇനി ഞാൻ ഭക്ഷണം കൊടുക്കൂല. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സത്യം ചെയ്യലിനെ അള്ളാഹു ഖുർആനില് സൂറത്ത് നൂറിലൂടെ തിരുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തൂ ലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു. നിങ്ങളിൽ സമ്പന്നതയും ശ്രേഷ്ഠതയുമുള്ള ആള് പാവപ്പെട്ടവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യരുത്. വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുക, അവരോട് വിട്ടുവീഴ്ച ചെയ്യുക. നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ചു ഉപകാരം ചെയ്യാൻ എല്ലാവർക്കും കഴിയും. അതിന് വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ നാം ഉപകാരം ചെയ്യുന്ന ഒരാള് നമ്മളെ തിരിച്ചു ഉപദ്രവിക്കുമ്പോഴും ചെയ്യുന്ന ഉപകാരത്തെ നിർത്താതെ തുടരാൻ, അത് അള്ളാഹു എന്ന ഏക ലക്ഷ്യത്തിൽ ഉപകാരം ചെയ്യുന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ.